കാലവർഷത്തിന് മുന്നോടിയായി കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ അറിയിപ്പിൽ പറയുന്നത്. സംസ്ഥാനത്തൊട്ടാകെ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്നാണ് പ്രവചനം. നമുക്ക് അലർട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ കൂടിയും മലയോര മേഖലകളടക്കം കൃത്യമായ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ പത്തനംതിട്ട മുതൽ പാലക്കാട് വരെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിൽ പറയുന്നത്. മലയോര മേഖലകളിൽ ഈ യെല്ലോ അലർട്ട് ആണെങ്കിൽ കൂടി മലയോര മേഖലകളിലടക്കം കൃത്യമായ ജാഗ്രത വേണം. വടക്കൻ ജില്ലകളിൽ അടുത്തൊരു 5 ദിവസം കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ അറിയിപ്പിൽ പറയുന്നത്. അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദ സാധ്യത, അതായത് 22ഓടെ, അതായത് ബുധനാഴ്ച 21-ാം തീയതി ബുധനാഴ്ച ചക്രവാത ചുഴി അറബിക്കടലിൽ രൂപപ്പെടും. അത് കൂടുതൽ ശക്തി പ്രാപിച്ച് ന്യൂനമർദ്ദമായി മാറുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു. ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താലായിരിക്കും കേരളത്തിൽ മഴ ശക്തമാവുക. നേരത്തെ പറഞ്ഞതുപോലെ മലയോര മേഖലകളിൽ കൃത്യമായിട്ട് മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരുണ്ടെങ്കിൽ കൃത്യമായ ജാഗ്രത മലയോര പ്രദേശത്തുണ്ടാവണം. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നുള്ള ഒരു അറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. അതായത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്, മത്സ്യബന്ധനത്തിനായി 22-ാം തീയതി വരെ പോകരുത് എന്നുള്ള അറിയിപ്പ് കൂടിയുണ്ട്. 4 ദിവസം ശക്തമായ മഴ ഈ രീതിയിൽ തന്നെ തുടരാനാണ് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ അടുത്ത 5 ദിവസം പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പൊന്നുമില്ല. പക്ഷേ മലയോര മേഖലകളിലടക്കം നേരിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. പക്ഷേ മറ്റ് ജില്ലകളിൽ പ്രത്യേകിച്ച് ഓറഞ്ച് അലർട്ട്, നാളെയും വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഓറഞ്ച് അലർട്ടുള്ള ജില്ലകളിലൊക്കെ റെഡ് അലർട്ടിന് സമാനമായ രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക. കാലവർഷം 27-ാം തീയതിയോ അതിന് 4 ദിവസം മുൻപോ 4 ദിവസം ശേഷമോ എത്താനാണ് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം.